നമ്മളിന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളിൽ ഒരാളായ പാറമേക്കാവിലമ്മയുടെ തിരുസന്നിധിയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ പ്രധാന ശക്തിക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുമാന്താംകുന്നിലെ അമ്മയെപ്പോലെ തന്നെയാണ് ഇവിടുത്തെയും അമ്മ. ക്ഷേത്ര ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ഷേത്രത്തിലെ തട്ടകത്തിൽ കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ മാസം തോറും അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്ന ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ കാണുക പതിവായിരുന്നു. വാർദ്ധക്യം ബാധിച്ചപ്പോൾ കുറുപ്പാൾക്ക് അങ്ങാടിപ്പുറത്തേക്കുള്ള യാത്ര വളരെ ക്ലേശപൂർണമായി തുടങ്ങി. അവസാനത്തെ യാത്രയിൽ വാർദ്ധക്യം ഏറിയതുകൊണ്ട് ഭഗവതിയെ ദർശിക്കാൻ ഇനി വരാൻ സാധിക്കുകയില്ലെന്നും നിത്യദർശനത്തിന് വേണ്ടി ഭഗവതി തന്നെ അനുഗ്രഹിക്കണമെന്നും മനമുരുകി പ്രാർത്ഥിച്ചു. കൃപാനിധിയായ തിരുമാന്താംകുന്നിലമ്മയ്ക്ക് തൻ്റെ പരമഭക്തൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കാനായില്ല. അങ്ങനെ മടക്കയാത്രയിൽ വടക്കുന്നാഥനെ ദർശിച്ച ശേഷം ക്ഷീണം തോന്നിയ കുറുപ്പാൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് ഒരു ഇലഞ്ഞിമരം നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്ത് അല്പസമയം വിശ്രമിച്ചു. വിശ്രമശേഷം കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഉറച്ചതായി കണ്ട കുറുപ്പാൾ ആ സ്ഥലത്ത് യഥാവിധി ഭഗവതിയെ പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നു. കാലാന്തരത്തിൽ അമ്മയുടെ പ്രാധാന്യം ഏറി വരികയും വടക്കുന്നാഥ ക്ഷേത്രം വിപുലപ്പെടുത്താൻ വേണ്ടിയും ഭഗവതിയുടെ പ്രതിഷ്ഠ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു. പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം ഈ ഇലഞ്ഞിത്തറയിലായതിനാലാണ് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന വിശ്വവിഖ്യാതമായ ഇലഞ്ഞിത്തറ മേളം ഇവിടെ വെച്ച് നടത്തുന്നത്. പടിഞ്ഞാട്ട് ദർശനമായി വലത്തുകാൽ മടക്കി വെച്ച് ഇടത്തുകാൽ തൂക്കിയിട്ടിരിക്കുന്ന രൂപത്തിലാണ് അമ്മയുടെ പ്രതിഷ്ഠ. തൃശൂലം, യമദണ്ഡ്, മണിനാഗം, വാള്, ചിലമ്പ്, മണി, ധാരിക ശിരസ്, കൈവട്ടകപ്പാത്രം എന്നിവ ധരിച്ച 8 കൈകളോട് കൂടിയതാണ് അമ്മയുടെ പ്രതിഷ്ഠ. വരിക്കപ്ലാവിൽ നിർമ്മിച്ച അമ്മയുടെ ദാരുബിംബത്തിന് ഏകദേശം 7 അടിയോളം ഉയരം വരും. കർക്കിട മാസത്തിലെ ചാന്താട്ട സമയത്ത് മാത്രമേ നമുക്ക് ബിംബം കാണാനാവുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ സ്വർണ്ണഗോളകയാണ് നമ്മൾ കാണുക. പ്രധാന ബിംബം ദാരുബിംബമായതിനാൽ അഭിഷേകമൊന്നുമില്ല. നിത്യപൂജ, പുഷ്പാഞ്ജലി എന്നിവ അർച്ചന ബിംബത്തിലാണ് നടത്തുന്നത്. ഉത്സവം, പൂരം, വേല എന്നീ 3 ആണ്ട് വിശേഷങ്ങളും ആചരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പാറമേക്കാവ്. ഞങ്ങൾ വൈകി 7 മണിക്കാണ് ക്ഷേത്രത്തിലെത്തിയത്. അതെന്താ വൈകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7:15-നും 7:30 ഇടയിലായിട്ട് അമ്മയുടെ പ്രതിരൂപമായ കോമരത്തിൻ്റെ തുള്ളലുണ്ട്. ഈ സമയം അമ്മയുടെ സാന്നിധ്യം കോമരത്തിലൂടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കോമരം തരുന്ന നെല്ല് നമ്മൾ തലയിൽ ഒഴിഞ്ഞ് എല്ലാ ദുരിതങ്ങളും അകറ്റി അനുഗ്രഹിക്കണേ അമ്മേ എന്ന് പറഞ്ഞ് ഒരു ചെറിയ ദക്ഷിണയോടുകൂടി നമ്മൾ തിരിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അമ്മ പട്ടുകൊണ്ട് വീശി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കരുതലും സ്നേഹവും തലോടലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇട ദിവസങ്ങളിലാണ് എനിക്ക് പോകാൻ ഇഷ്ടം. കാരണം ആ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം നിന്ന് തൊഴാനുള്ള സാവകാശം ലഭിക്കും. 8 മണിയോടുകൂടി നട അടയ്ക്കും. അമ്മയുടെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കുംഭമാസത്തിൽ പൂരം നാളിൽ ആറോട്ടോടു കൂടിയുള്ള 8 ദിവസത്തെ ഉത്സവം, മേടമാസത്തിലെ തൃശ്ശൂർ പൂരം, ധനുമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയുള്ള വേല എന്നിവയാണ്. പൂരം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അമ്മയുടെ വേല. ധനുമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് അമ്മയുടെ വേല. 50 ദിവസത്തെ കളമെഴുത്ത് പാട്ടിന് ശേഷം പാറമേക്കാവിൽ അമ്മ അതീവ സന്തുഷ്ടയായി കാണുന്ന ദിവസമാണ് വേല. അതുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തൃശ്ശൂർ വരുമ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് വടക്കുന്നാഥ ക്ഷേത്രവും പാറമേക്കാവിലെ ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും.